ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 11 ഞായറാഴ്ച. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ മോശമായിരുന്നല്ലോ അല്ലേ? നിഫ്റ്റിയൊക്കെ കറക്ഷൻ മോഡിലായിരുന്നു. നിഫ്റ്റി കാര്യമായിട്ടൊന്നും കറക്റ്റ് ചെയ്തില്ലെങ്കിൽ കൂടി ബ്രോഡർ മാർക്കറ്റ് വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തത്. പ്രത്യേകിച്ചും ഈ ഫ്രൈഡേ നമ്മൾ മാർക്കറ്റ് ഒന്ന് പരിശോധിച്ചാൽ 651 സ്റ്റോക്ക് അഡ്വാൻസ് ചെയ്തപ്പോൾ NSEയിൽ 1501 സ്റ്റോക്ക് താഴെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ബ്രോഡർ മാർക്കറ്റിലെ പെർഫോമൻസ് ആയിരുന്നു. അതുകൂടാതെ PSE ഇൻഡെക്സ് 2.66% ഈ ഫ്രൈഡേ നെഗറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 0.3% മുകളിലായിട്ട് കൂടി PSE ഇൻഡെക്സ് 2.66% താഴെ 1.5 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ ഫ്രൈഡേ മാത്രം PSU കമ്പനികളിൽ കുറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല PSU സ്റ്റോക്കുകളും നല്ലതാണെങ്കിൽ കൂടി ഞാൻ അതിലൊന്നും വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണം, ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ സെക്ടറിൽ നല്ലൊരു ഹെവി കറക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പല നല്ല സ്റ്റോക്കുകളുടെയും വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടിയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയും കറക്റ്റ് ചെയ്യുമ്പോൾ പല സ്റ്റോക്കുകളും നമുക്ക് നല്ല കമ്പനികൾ, PSUവിൻ്റെ കമ്പനികൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച കറക്റ്റ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് ആണോ, FII സെല്ലിംഗ്, DIS സെല്ലിംഗ് ആണോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം 5871 കോടിയാണ് FIIs സെല്ലിംഗ് ചെയ്തത്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് DIS 5326 കോടി ബൈങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെല്ലിങ്ങും ബൈയും കൂടിയിട്ട് ഓൾമോസ്റ്റ് ബാലൻസ് ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം 545 കോടിയുടെ സെല്ലിംഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ സെല്ലിംഗ് ഒക്കെ എവിടെ നിന്നായിരുന്നു? ചിലപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ HNI സെല്ലിംഗ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് കാര്യമായിട്ട് ഹെവി ആയിട്ടുള്ള കറക്ഷനൊന്നും മാർക്കറ്റിൽ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഹെവി കറക്ഷൻ ഐ ഡോണ്ട് നോ, സാധ്യത കാണുന്നില്ല. പിന്നെ നമ്മൾ ചെയ്ത സ്റ്റോക്കുകളിൽ എന്തെങ്കിലും സ്റ്റാർ പെർഫോമേഴ്സ് ഉണ്ടോ? കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ വാങ്ങിച്ച സ്റ്റോക്കുകളിൽ എന്തെങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ടോ നോക്കാം നമുക്ക്. ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ജനുവരി 14 ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ത്രിവേണി ടർബൈൻ. അപ്പോൾ ആ കമ്പനി നമ്മൾ ആ വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാനുള്ള പ്ലാൻ 390-നും 405-നും ഇടയ്ക്ക് 50% ക്വാണ്ടിറ്റിയും ബാക്കി ക്വാണ്ടിറ്റി 350-നും 360-നും ഇടയ്ക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കാമെന്നായിരുന്നു. അപ്പോൾ അത് സ്റ്റോക്ക് കറക്റ്റായിട്ട് 390-നും 400-നും ഇടയ്ക്ക് നമുക്കത് വാങ്ങിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം 350 വരെ, കറക്റ്റായിട്ട് 350 വരെ അത് ലോ കാണിച്ചു. അപ്പോൾ ഈ സ്റ്റോക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ 350-ന്റെയും 395-ന്റെ ഇടയ്ക്ക് ഞാൻ കുറേശ്ശെ ആയിട്ട് പല പ്രൈസിലും എൻട്രി എടുക്കുകയുണ്ടായി. അതിനുശേഷം ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിനു ശേഷം നല്ല എക്സലന്റ് റിസൾട്ട് ആയിരുന്നു. ആ സ്റ്റോക്ക് 350-ൽ നിന്ന് 490 വരെ പോയി. ഏകദേശം 35% അപ്പ് മൂവ് തന്നു ആ സ്റ്റോക്ക്. അപ്പോൾ ആ പോണ പോക്കിൽ ഞാൻ പല റേറ്റിലായിട്ട് 416-ന് കുറച്ച് വിറ്റു, പിന്നെ 465-ന് കുറച്ച് വിറ്റു. അങ്ങനെ ഞാൻ പൊസിഷൻ ട്രേഡിങ്ങിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ബാക്കി ലോങ് ടേമിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് ഹോൾഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം ഞാൻ ഏതൊക്കെ പ്രൈസിലാണ് വാങ്ങിച്ചത്, വിറ്റത് എല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഞാൻ ലോങ് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു ആദ്യത്തെ സ്റ്റോക്ക്. രണ്ടാമത്തെ സ്റ്റോക്ക് ഏതാണ്? ജനുവരി 28 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതിനെ കുറിച്ചായിരുന്നു, ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയെ കുറിച്ചായിരുന്നു. അപ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് 167 മുതൽ 175-ന്റെ റേഞ്ചിലാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. വീഡിയോ ചെയ്യുന്ന സമയത്ത് 174 സ്റ്റോക്കിന്റെ പ്രൈസ്. പിറ്റേ ദിവസം ഓപ്പൺ ചെയ്ത് 173 173, 175, അങ്ങനെ അത് മെല്ലെ കയറി 213 വരെ പോയി സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് വെറും 25% ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി ആ സ്റ്റോക്ക് 175-ന്റെ ആവറേജിൽ വാങ്ങിയിട്ടുണ്ടായെങ്കിൽ ഇപ്പോൾ അത് 213-ന്റെ അപ്പ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 22% അപ്പ് മൂവാണ് ആ സ്റ്റോക്ക് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 203.50 എന്ന നിലയിലാണ്.
അപ്പോൾ ഇത് രണ്ടാണ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച രണ്ട് കമ്പനികൾ. അപ്പോൾ ഈ അടുത്ത ആഴ്ച ഞാനിപ്പോൾ ചില സ്റ്റോക്കുകളൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പല സ്റ്റോക്കുകളുടെയും മൂവ്മെന്റ് ഒക്കെ നോക്കി, ആദ്യം ഫണ്ടമെന്റൽസ് നോക്കും, പിന്നെ അതിന്റെ ടെക്നിക്കൽ മൂവ്മെന്റ്സ് നോക്കും, ചില കറക്ഷൻ നോക്കും, കൺസോളിഡേഷൻ നോക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ കമ്പനികൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള 3 കമ്പനികൾ ഞാൻ പറയാം. നിങ്ങൾക്ക് അത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കി കാണാം. ആദ്യത്തെ കമ്പനിയാണ് ഗുജറാത്ത് പിപാവ പോർട്ട് ലിമിറ്റഡ്. ഈ കമ്പനി ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കറന്റ് പ്രൈസ് ആണ് 179 രൂപ. രണ്ടാമത്തെ കമ്പനിയാണ് പെട്രോനെറ്റ് LNG. ഇത് ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് ആണ് 270 രൂപ. മൂന്നാമത്തെ കമ്പനിയാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതും വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് ആണ് 894 രൂപ. അപ്പൊ ഈ 3 സ്റ്റോക്കുകളും ചിലപ്പോ എനിക്ക് അതിന്റെ കറക്റ്റായിട്ട് പെർഫോം ചെയ്യുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വീഡിയോ ഇതിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻട്രി ചെയ്തേക്കും. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്, ഈ എന്റെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ് ആണ്. 20 സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോക്ക് 18ാമത്തെ സ്റ്റോക്കാണ്. എന്താണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും 5% ഓഫ് ദ ക്യാപിറ്റൽ മാത്രമേ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഫിഗർ എടുക്കുകയാണ്. 2 ലക്ഷം രൂപയാണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓരോ സ്റ്റോക്കിലും 10,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 10,000-ൽ കൂടുതലില്ല കുറവില്ല. എല്ലാ കമ്പനികളിലും 10,000 റുപ്പീസ് ഈച്ചാണ് നമ്മൾ എല്ലാ സ്റ്റോക്കുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം ഈ സ്റ്റോക്കുകളുടെ മൊത്തത്തിലുള്ള പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് നോക്കി നമ്മളുടെ സ്റ്റോക്കിന്റെ ക്വാളിറ്റിയും ഗ്രോത്തും ഒക്കെ വിലയിരുത്തുന്നതാണ്. അപ്പൊ അതാണ് മിഷൻ. ഈ 20 സ്റ്റോക്കുകൾ, ആദ്യത്തെ 20 സ്റ്റോക്കുകളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ നിൽക്കില്ല. അതിനുശേഷം അടുത്ത പോർട്ട്ഫോളിയോ 20 സ്റ്റോക്കുകളുടെ പോർട്ട്ഫോളിയോ നമ്മൾ നെക്സ്റ്റ് സീരീസ് തുടങ്ങും. ഒരിക്കൽ കൂടി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ലൈക്ക് തരണം, വീഡിയോ കമന്റ് രേഖപ്പെടുത്തണം, അതുകൂടാതെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കമ്പനി 6,84,000 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ്, ഒരു ഭീമൻ കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനിയുടെ സ്റ്റോക്കിന്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. EPS 58 ആണ്. PE റേഷ്യോ 17, സെക്ടർ PE 47, ROE 130%, ROCE 149, ഡെപ്റ്റ് ഇല്ല, കടങ്ങളൊന്നുമില്ല. ഇതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ 96.5 ആണ്. DIS 1%, FIIs 0.06%, ബാക്കി പബ്ലിക്. അപ്പൊ കമ്പനി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊന്നുമല്ല, ഈ കമ്പനിയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഈ സ്റ്റോക്കാണ് ഇന്ന് ഞാൻ ഇവിടെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്ക്, പറയാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രഭാഷണം തന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഇത് വാങ്ങിക്കാനുണ്ടായ പ്രധാനപ്പെട്ട 3-4 കാരണങ്ങൾ പറയാം. ഒന്ന്, ഇതിന്റെ IPO പ്രൈസ് ആയിരുന്നു 949 രൂപ. മെയ് 2022 IPO വന്നപ്പോൾ 949 ആണ്. ഇപ്പോ ഇത് ഷെയർ പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്ന 1080 എന്ന നിലയിലാണ് ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം IPO പ്രൈസിന് അടുത്താണ് ഈ സ്റ്റോക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ PSU സെക്ടർ ആസ് എ ഹോൾ ബുൾ മാർക്കറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ കറക്ഷനൊക്കെ പ്രതീക്ഷിക്കാമെങ്കിൽ കൂടി ലോങ് ടേമിന് ഈ സെക്ടർ നല്ല രീതിയിൽ മികച്ച റിട്ടേൺ തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ, ഇൻഷുറൻസ് സെക്ടറും ബുൾ മാർക്കറ്റിലാണ്. ഇതൊരു നല്ല ഇൻഷുറൻസ് സെക്ടറിൽ ഒരു വാല്യൂ സ്റ്റോക്കാണ്. അതായത് നല്ല വാല്യൂ ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്ക്, നല്ല വാല്യുവേഷനിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് കിട്ടുന്നത്. അതുകൂടാതെ DIS FISന്റെ ഹോൾഡിംഗ് ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ കണ്ടു 1% മാത്രമേ DISന്റെ ഉള്ളൂ. FIന്റെ അടുത്ത് 0.06% ഉള്ളൂ. അപ്പൊ അവർക്ക് കൂടുതൽ സ്റ്റേക്ക് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ തന്നെ വാങ്ങിക്കണം. അപ്പോ കൂടുതൽ അവരുടെ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇപ്പോൾ സ്റ്റോക്കിൽ നല്ല കുറച്ച് മാസങ്ങളായിട്ട് നല്ല വോളിയത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെവി പർച്ചേസ് നടക്കുന്നുണ്ട് സ്റ്റോക്കിൽ. അപ്പോൾ അണ്ടർ കറന്റ് വളരെ ബുള്ളിഷ് ആണ്. അതുകൂടാതെ ഇവര് ഈ 3rd ക്വാർട്ടർ റിസൾട്ട് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞ ആഴ്ച. വളരെ നല്ല റിസൾട്ടായിരുന്നു, എക്സലന്റ് റിസൾട്ടായിരുന്നു.
അപ്പോൾ അവരുടെ പെർഫോമൻസ് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ എന്താണ് റിസ്ക് ഉള്ളത്? റിസ്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ നല്ലൊരു സ്റ്റിഫ് കോമ്പറ്റീഷനാണ് ഇൻഷുറൻസ് സെക്ടറിൽ ഇവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ റിസ്ക് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. കുറച്ച് ഷെയർ ഞാൻ ഓൾറെഡി വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ച ആവറേജ് ബൈങ് പ്രൈസ് ആണ് 1009 രൂപ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ പ്രൈസ് മൂവ്മെന്റ് ഒക്കെ നോക്കിയിട്ട് കുറച്ചും കൂടി ആഡ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് കറക്ഷനിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തേക്ക്, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പലരും ഈ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ടില്ല, അത് കാരണം അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. അപ്പോൾ ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.